കാമവെറിയന്മാരായിട്ടുള്ള ഇസ്രായേലി പട്ടാളക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി നെസറ്റിൽ തന്നെ പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒരു കണക്ക് വന്നിട്ടുണ്ട്. 2025 മാത്രമുള്ള കേസുകളുടെ ഒരു കണക്കാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വായുന്ന് എടുത്തിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ന്യൂസോ ഒന്നുമല്ല. ഇത് ഇസ്രായേലി നെസറ്റിൽ അവർ തന്നെ പുറത്തോട്ട് വിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. അതൊരു വശത്ത് നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇസ്രായേലി പട്ടാളക്കാർ പരസ്പരവും അതുപോലെ തന്നെ അവിടുത്തെ സെല്ലിലടച്ചിട്ടുള്ള പ്രതികളെ എങ്ങനെയാണ് ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ റേപ്പ് വരെ ചെയ്യുന്ന കണക്കാണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ സംഘികളുടെയും ക്രിസംഘികളുടെയും മുസംഘികളുടെയും കൺകണ്ട ദൈവമായിട്ടുള്ള തന്തയായിട്ട് കാണുന്ന ഇസ്രായേലുകാരുടെ അവരുടെ പട്ടാളക്കാർ ഇവൻ്റെയൊക്കെ തന്തമാരക്കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതിലവിടെ നിൽക്കട്ടെ. ഇതിൽ നമ്മുടെ തന്നെ വന്ന് പറഞ്ഞതുകൊണ്ട് കാണും ഒന്നോ രണ്ടോ ഒക്കെ അവിടെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 2025 മാത്രം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലെ സൈനിക സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2420 ലൈംഗിക അതിക്രമ പരാതികളാണ് റിപ്പോർട്ട് ചെയ്തതായിട്ട് നെസറ്റിലെ വിദേശകാര്യ പ്രതിരോധ സമിതിക്ക് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയപ്പെട്ടിട്ടുള്ളത്. അതായത് 2240 2025 മാത്രം പറഞ്ഞിട്ടുള്ള പരാതികളില്ലാത്ത കേസുകൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി IDF ഇസ്രായേൽ പോലീസ് ഫോഴ്സ്, ഈ രണ്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രിസൺ സർവീസ് എന്നീ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെയാണ് ഈ ലൈംഗിക അതിക്രമങ്ങളുടെ കണക്കുകൾ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. അവ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന അങ്ങനെ ഒരു, അതായത് ഈ 3 സ്ഥലങ്ങൾ IDF-ലും അതുപോലെ ഇസ്രായേലി പോലീസിലും അതുപോലെ തന്നെ ഇസ്രായേലി പ്രിസൺ സർവീസസിലും ഈ 3 സ്ഥലത്ത് ഇത്തരത്തിലുള്ള ലൈംഗിക പരാതികൾ വർദ്ധിച്ചു വന്ന സമയത്ത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലി നെസറ്റിൽ ഇങ്ങനൊരു പുതിയ നിയമം പാസ്സാക്കുന്നത്. അതായത് ഈ ഒരു റിപ്പോർട്ട് എല്ലാ വർഷവും ഈ പരാതികളെ പറ്റിയുള്ള റിപ്പോർട്ട് നെസറ്റിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണ് ഈ വർഷം 2026 സബ്മിറ്റ് ചെയ്തത്. അതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞ സംഭവം മുന്നോട്ട് വരുന്നത്. IDF ചീഫ് ഓഫ് സ്റ്റാഫിലെ ലിംഗനീതി കാര്യ ഉപദേശകനായിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ റൊസിറ്റൽ അവിൽ ആണ് ഈ കണക്കുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മൗലികമായിട്ടുള്ള ശല്യം ചെയ്യലുകൾ മുതൽ ഗുരുതരമായിട്ടുള്ള ശാരീരിക അതിക്രമങ്ങൾ വരെ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ റിപ്പോർട്ടിലെ 71% കേസുകൾ നോർമൽ കേസുകളായിട്ടാണ് അവർ തള്ളി വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കേസുകളൊക്കെ ക്രൂരമായിട്ടുള്ള റേപ്പ് കേസുകളാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ കേസുകളിൽ 70% ഏകദേശം 70% കേസുകളിൽ ഏകദേശം 1798 ആളുകൾ നിർബന്ധിത സൈനിക സേവനത്തിന് വന്ന ആളുകളാണ്. അതായത് ഇസ്രായേലിൽ നിങ്ങൾക്കറിയാം, അവിടെ നിർബന്ധിത സൈനിക സേവനം എല്ലാവരും ചെയ്യണം. എനിക്ക് തോന്നുന്നു 16 വയസ്സ് കഴിഞ്ഞാലോ അങ്ങനെ എന്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ല, ലെബനോനിൽ എല്ലാ ദിവസവും ഹിസ്ബുള്ള കൊന്നുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരുടെ വയസ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 18, 19, 20, 21 ഇങ്ങനത്തെ വയസ്സുകാരാണ്. അപ്പം ഇത്തരത്തിലുള്ള നിർബന്ധിതമായിട്ട് സൈനിക സേവനം ചെയ്യാൻ വന്ന 1798 പേരാണ് ഇതിൽ ആദ്യത്തെ ഒരു ലിസ്റ്റിൽ വരുന്നത്. പിന്നെ 188 പേര് റിസർവ് സൈനികരാണ്. അതായത് 188 പേര് റിസർവ് ആവശ്യമുള്ള സമയത്ത് വിളിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സൈനികരെ കൂട്ടത്തിലുള്ള സൈനികരാണ്. 140 പേര് സ്ഥിരം ഓഫീസേഴ്സാണ്. അതായത് അവിടെ സ്ഥിരമായിട്ടുള്ള ഓഫീസേഴ്സാണ് 148 പേര്. പിന്നെ 108 പേര് നോൺ കമ്മീഷൻ ഓഫ് ഓഫീസേഴ്സും ആണ് ഈ ഒരു മൊത്തം പ്രതികളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള, അതായത് കേസ് പരാതിക്കാരിലെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ കണക്ക്. ഈ കണക്കുകൾ പ്രകാരം 2025 234 ക്രിമിനൽ പരാതികളും കൂടെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റേ കേസുകളൊക്കെ നോർമൽ കേസുകളാണെങ്കിൽ അതീവ തീവ്രമായിട്ടുള്ള ക്രിമിനൽ പരാതികൾ 2025 234 കേസുകളാണ് ഇതിൽ പരാതിക്കാരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ 42 കുറ്റപത്രങ്ങളിലേതും 21 അച്ചടക്ക നടപടിയായിട്ടും ജസ്റ്റ് അവർ എഴുതി തള്ളിയിട്ടുണ്ട്. അതായത് 42 കുറ്റപത്രങ്ങളായിട്ട് FIR ഇട്ട് അത് വലിയ പ്രശ്നങ്ങളായിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചെറിയ കേസുകളൊക്കെ ആയിട്ട് എഴുതി തള്ളുക എന്നാണ് പറയുന്നത്. പിന്നെ 59% പരാതി, അതായത് 59% പരാതികളും ക്രിമിനൽ കോടതി നടപടിക്ക് പകരം സൈന്യത്തിലെ കമാൻഡ് ചാനലുകൾ വഴി കൈകാര്യം ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ. അതായത് ക്രിമിനൽ കോടതിയിലൊക്കെ പോയി വിചാരണയൊക്കെ പോവാണ്ട് ഇവരുടെ ഇടയിൽ സൈനിക ഹെഡ്സിൻ്റെ ഒക്കെ ഇടയിൽ വെച്ചിട്ട് തന്നെ ഈ പരാതികൾ ഒതുക്കി തീർക്കാനാണ് ഇപ്പം ഇസ്രായേലി IDF-ഉം ബാക്കി അല്ലെങ്കിൽ ഗവൺമെൻറ്റും ട്രൈ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഒരു കണക്ക് അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ലൈംഗിക അതിക്രമ റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ടുള്ള വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ പട്ടാളക്കാരുടെ ഇടയിൽ. അതുപോലെ അവിടുത്തെ പോലീസ് ഫോഴ്സിൻ്റെ ഇടയിൽ സ്ഥിരമായിട്ടുള്ള, അതായത് നമ്മുടെ UP-നേക്കാളും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ റിപ്പോർട്ടുകളും പരാതികളും കഴിഞ്ഞ 10 വർഷത്തിൽ ഇസ്രായേലിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. സൈനികരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവും അതുപോലെ തന്നെ പരാതികൾ ഫലപ്രദമായി
സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സൈന്യത്തിൻ്റെ ശേഷിയിലെ വിശ്വാസം ഇല്ലായ്മയാണ് ഇതിന് കാരണം എന്നാണ് ഇപ്പം ആള്. അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഇങ്ങനെ കൂടി വരുന്നത് എന്നുള്ള ഈ ഒരു ബ്രിഗേഡിയർ, ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിഗേഡിയർ ജനറൽ അബീബ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ 2023 ശേഷമൊക്കെ ഹമാസിനോടുള്ള, അതായത് ഗസനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഇറാനിലോട്ടുള്ള യുദ്ധങ്ങളും ആയിട്ട് ഫുൾ ടൈം സൈനികർ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പേര് എന്താ പറയുക ആത്മഹത്യ ചെയ്തിട്ട് കണക്ക് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഗസയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള പല ആളുകളും ആത്മഹത്യ ചെയ്യുമ്പം അവർ കുറിപ്പ് എഴുതി വെക്കുന്നത് അവിടുത്തെ പിള്ളേരെ കൊല്ലുന്നത് കണ്ടു നിന്നിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഭാഗമാണല്ലോ എന്നുള്ള ചിന്ത ഞങ്ങളെ പിന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് തളർത്തി, അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് വട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ പേര് എന്താണ് അവരുടെ ആത്മസംഘർഷം തീർക്കുന്നത് അവിടെയുള്ള പ്രതികളെ പിടിച്ച് ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ടും അല്ലെങ്കിൽ പോലീസുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പരിപാടികൾ കളിച്ചിട്ടുമാണ് എന്നാണ് ഇപ്പം ഇവർ തന്നെ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇനി ഈ റിപ്പോർട്ടിംഗ് നിയമം കൊണ്ടുവരുന്നതിന് മുൻകൈ എടുത്ത യേഷ് അതീത് പാർട്ടിയിലെ MK മേരവ് ബെൻ ആരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയാണ് ഇതിനൊക്കെ മുൻകൈ എടുത്ത് മുന്നോട്ട് ഈ ഒരു നിയമം കൊണ്ടുവന്നത് തന്നെ. നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിന് ശേഷമാണ് സൈനികർക്കുണ്ടായിട്ടുള്ള കടുത്ത തളർച്ചയാണ് ഈ കണക്കുകൾ ഭാഗികമായിട്ട് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് അവർ ഈ ഒരു റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതായത് നമ്മുടെ പുരുഷ വനിതാ സൈനികർ കഠിനമായി ജോലി ചെയ്യുകയാണ്. ഈ പെരുമാറ്റ ദൂഷ്യം തികച്ചും ആശങ്കാപരമാണ് എന്നാണ് പറഞ്ഞത്. അതായത് അവർക്ക് വർക്ക് പ്രഷർ കൂടിയ സമയത്താണ് അവർ ഇത്തരത്തിലുള്ള പെരുമാറ്റ ചട്ടലംഘനങ്ങളോടൊക്കെ കിടക്കുന്നത്. അത് തീർച്ചയായും ഭയങ്കര ആശങ്കാപരമായിട്ടുള്ള ഒരു കാര്യമാണ് IDF-നെ സംബന്ധിച്ചിട്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത്. ഇനി സമിതിയുടെ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള MK ഷാരോൺ നീർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയം സൈനിക അച്ചടക്കവുമായിട്ട് അല്ലെങ്കിൽ മൂല്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതായത് സായുധ സേനയിൽ ലൈംഗിക അതിക്രമണങ്ങളോട് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത സമീപനമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സൈനിക ഓഫീസിൻ്റെ അപ്പുറത്ത് നഴ്സറി സ്കൂൾ വരെ തുടങ്ങേണ്ടി വരും. ആ രീതിയിലാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നതും കുട്ടികളുണ്ടാക്കുന്നതും എല്ലാ പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ റേപ്പിസ്റ്റുകളായിട്ട് ഇസ്രായേലി സൈന്യം മാറും എന്ന് അവിടുത്തെ തന്നെ ആളുകൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇസ്രായേലിൽ. അപ്പോൾ വെറുതെ അല്ല നമ്മുടെ പറഞ്ഞത് ഇസ്രായേൽ നമ്മുടെ ഫാദർലാൻഡ് ആണ്, നമ്മൾ അങ്ങനെ കാണണം എന്നൊക്കെ പറയാനുള്ള കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഇതേപോലെ റേപ്പ് ചെയ്ത് അച്ഛന്മാരായിക്കൊണ്ടിരിക്കുന്ന നാടാണ്. എന്തിനാണ് നമ്മുടെ നാടിനെ അതുമായിട്ട് കണക്ട് ചെയ്തത് എന്നുള്ളത് ജിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ സംഖ്യകൾക്ക് അറിയാൻ മതിയായിരിക്കും. അതായത് ബാക്കിയുള്ള ഈ രാജ്യത്തെ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ സൈന്യത്തിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ സുമേഷ് കാവിപ്പടയും ടീമും ഇവിടുന്ന് കുറുവടിയേന്തി കാവിക്കളസും വെച്ച് അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന സകല സംഘി പരിവാൻസ് ടീമിനോടാണ് പറയുന്നത്, വേഗം ഓടിച്ചെല്ലൂ. നിങ്ങളുടെ ശാഖയിലുള്ള അടിയേക്കാൾ വലിയ അടി നിങ്ങൾക്ക് അവിടെ കിട്ടും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പലതും വിശാലമാക്കി തരും. അപ്പം പെട്ടെന്ന് തന്നെ ശാഖയിലെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഓടിക്കൂടാ ഇങ്ങോട്ട് ഇസ്രായേലി സൈന്യത്തിൽ ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ധ്വജപ്രണാമങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ നേരിടുകയാണ്. അപ്പോൾ ശരി.